ജിനെക്സ് ടെക്നിക്കൽ ക്യാമ്പസിൻ്റെ PSC ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സിൻ്റെ പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സബ് എഞ്ചിനീയർ AE പോലത്തെ KCB എക്സാംസിന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയണം. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ഡെഫിനിഷൻസും അവരുടെ യൂണിറ്റുകളെ പറ്റിയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസിക്സിനെ പറ്റിയുമാണ് ചർച്ച ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് പോലെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പോലെ ഇലക്ട്രിക്കൽ പഠിക്കുന്നവർക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. കാരണം ബേസിക് ഇലക്ട്രിക്കൽ കൺവേർഷൻസ് മിക്കത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നുള്ള വാക്കിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്. ബേസിക് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് ഒരു മാഗ്നറ്റാണ്. ഒരു മാഗ്നറ്റ് അതിന് ചുറ്റും ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബാക്കിയുള്ള ബേസിക് ക്വാണ്ടിറ്റീസിനെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നത്. +2 ലെവലിൽ നിന്ന് വിട്ടിട്ട് ബേസിക് ആയിട്ട് കുറച്ച് ടേംസിനെ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് അറിയണം. ബേസിക് മാഗ്നറ്റിക് സർക്യൂട്ട്സ് പഠിക്കും. അതിൽ ആദ്യത്തെ ക്വാണ്ടിറ്റിയെ നമ്മൾ പരിശോധിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് ഫ്ലോ ചെയ്യും എന്ന് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. കൺസെപ്ച്വലി പറയുവാണെങ്കിൽ നോർത്ത് ടു സൗത്ത് എന്നല്ല കറക്റ്റായിട്ട് പറഞ്ഞ് പഠിക്കേണ്ടത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത് എന്നാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് പുറത്തേക്കാണ് ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ ആൻഡ് ദേ ഫ്ലോ ഇൻ ടു ദ സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സൗത്ത് പോളിന് അകത്തേക്ക് വരുന്നത്. നോർത്ത് ടു സൗത്ത് നമ്മൾ കൺവെൻഷനലി പറയാൻ കാരണം അതാണ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് നോർത്ത് ടു സൗത്ത് എന്നാണ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ പറയേണ്ട കാര്യം ഇതാണ്: നോർത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും സൗത്തിനകത്തേക്ക് വന്ന് കയറുകയും ചെയ്യണം. ഔട്ട്വേർഡ് ഓഫ് ദ നോർത്ത് ഇൻ ടു ദ സൗത്ത് എന്ന് വേണം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറയാനായിട്ട്. ഇത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. മാഗ്നറ്റിനുള്ളിൽ ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ്. Outward of the south into the north. Inside the magnet it is from south to north, and outside in an external circuit it is from north to south. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ outward of the north into the south. ഇതാണ് കൺവെൻഷണൽ ഡയറക്ഷൻ. ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ലൈൻസിന്റെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഫൈ ആണ്. അതിന്റെ യൂണിറ്റ് വെബർ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സിമ്പൽ ഫൈ ആണ്. അതിന്റെ യൂണിറ്റ് വെബർ. WEBER ചുരുക്കി എഴുതുന്നതാണ് WBE. ഫ്ലക്സ് ഡെൻസിറ്റി. ഈ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഒരു പ്രത്യേക ഏരിയയുടെ കീഴിൽപ്പെടുത്തുവാണെങ്കിൽ ആ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് ടേംഡ് ആസ് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് ടേംഡ് ഫ്ലക്സ് ഡെൻസിറ്റി. അതിന്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്കാണ് ടെസ്ല. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഫ്ലക്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ടെസ്ല. ഫ്ലക്സ് ഡെൻസിറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ B ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ B, where B is equal to phi by A. ഫ്ലക്സ് ബൈ ഏരിയ എന്നുള്ളതിന്റെ സിമ്പലാണ് B, ഫ്ലക്സ് ഡെൻസിറ്റി. നെക്സ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആ പേരിനകത്ത് തന്നെ ഒളിച്ചു വെച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നുള്ളത്. ആ പേരൊന്ന് കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി.
എന്തുമാത്രം ഇൻറ്റൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതിൻ്റെ അളവാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എച്ച്. ഇതിനെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് റിലക്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പേരിനോട് സാമ്യം തോന്നുന്ന കാര്യമാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് റെസിസ്റ്റൻസ് പോലെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡിൽ റെസിസ്റ്റൻസ് ചെയ്യുന്ന കാര്യം എന്താണോ അത് മാഗ്നറ്റിക് ഫീൽഡിൽ ചെയ്യുന്ന ആളാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് ഈസ് ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സ്മോൾ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലോ ചെയ്യാനുള്ള എതിർപ്പിനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് റിലക്റ്റൻസ്. അനലോഗസ് ടു റെസിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡിൽ റെസിസ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ അനലോഗസ് ആയ അതേപോലത്തെ ക്വാണ്ടിറ്റിയാണ് റിലക്റ്റൻസ്. നെക്സ്റ്റ് വൺ ഈസ് MMF. വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF എന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പറയുന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലുള്ള ക്വാണ്ടിറ്റിയാണ് MMF, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ നേരത്തെ കാണിച്ച പോലെ ആ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ മൂവ്മെന്റിന് കാരണക്കാരനാകുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് MMF. റിലക്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആയ ക്വാണ്ടിറ്റിയാണ് പെർമിയൻസ്. കണ്ടക്റ്റൻസ് എന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ആളാണ് പെർമിയൻസ്. ദ ഈസ് വിത്ത് വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് പാസസ് ത്രൂ എ മെറ്റീരിയൽ. മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകാനുള്ള എതിർപ്പിനെ നമ്മൾ റിലക്റ്റൻസ് എന്ന് വിളിക്കുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകാനുള്ള എളുപ്പത്തിനെ നമ്മൾ പെർമിയൻസ് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കും. പെർമിയൻസ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് പാസസ് ത്രൂ എ പർട്ടിക്കുലർ മെറ്റീരിയൽ. ഇതൊക്കെയാണ് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ നമ്മൾ പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ടെർമിനോളജിയും അവരുടെ യൂണിറ്റുകളും സിംബലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, share and subscribe the next technical campus video.